ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇത് UAE നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ലേറ്റായി പോയി, ഒരു മാസത്തോളമായി സമയം കിട്ടാഞ്ഞിട്ടാണ് ഗൈസ്. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇതേ വന്ന ദിവസം തന്നെ നേരെ ഒരുപാട് ലേറ്റായിട്ട് നേരെ കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുതിയിട്ടുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് പെട്ടി പൊട്ടിക്കലാണ്. പെട്ടി പൊട്ടിക്കലൊക്കെ ഏകദേശം ഫിനിഷ് ആയതേ. പൊട്ടിച്ച പെട്ടിക്കകത്ത് കയറുന്ന പിന്നെയും പെട്ടി പൊട്ടിക്കുന്നതിൻ്റെ മോനെ കണ്ടില്ലേ, വളരുന്നതിനനുസരിച്ച് കുരുത്തൊക്കെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനിയുള്ള പണികളൊക്കെ നടക്കണമെങ്കിൽ ഇവനെ ഉറക്കണം. അപ്പം നേരെ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി കിടത്തി ഉറക്കി. ഇനി ഇവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി പണികളൊക്കെ നടക്കും. ഉണർന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൻ്റെ പുറകെ നടക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ജോലികളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ പുള്ളി ആദ്യം ഉറങ്ങണം. അങ്ങനെ അവനെ സൈഡാക്കി കിടത്തിയിട്ടുണ്ട്. ഇനി കുറേ അധികം പണികളൊക്കെ ഉണ്ട്. വന്ന സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കുക, റൂമിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മ രാവിലെ തുണി കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെയും കുറേ തുണികളൊക്കെ കഴുകാൻ വേണ്ടി ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഉമ്മ കഴുകാണ്. ഉമ്മക്ക് രാവിലെ മുറ്റടിയും തുണി കഴുകലും മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഉമ്മ പിന്നെ പെരക്കകത്ത് മറ്റു പരിപാടികൾക്കൊക്കെ ആയിട്ട് കയറാറുള്ളൂ. അപ്പോൾ ഉമ്മ രാവിലെ അതേ തുണിയൊക്കെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഗ്യാപ്പിൽ പോയിട്ട് വീഡിയോ എടുത്തതാണ്. ഇതൊരു പ്രത്യേക സുഖമുള്ള പരിപാടിയാണ്. UAE എന്നൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ നാട്ടിലിങ്ങനെ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടിട്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നല്ല സുഖമുള്ള ഏർപ്പാടാണ്. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ അതേ സാധനം ഇങ്ങനെ വീടൊക്കെ വൃത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ നാടും വീടും അതൊരു വേറൊരു വികാരമാണല്ലേ. അതിപ്പം വീട് വിട്ടു പോകുന്ന അല്ലെങ്കിൽ നാട് വിട്ടു പോകുന്ന ഓരോ മനുഷ്യർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ നല്ല ആകാശവും പച്ചപ്പും നമ്മുടെ തെങ്ങും ഒക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു മനസ്സൊക്കെ അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ അങ്ങനെ ആസ്വദിച്ച് കുറേ സമയം ഞാൻ ഇരുന്നു കേട്ടോ. ഇത് വന്ന ആദ്യത്തെ ദിവസം കിട്ടുന്നൊരു ഫീലിങ്സാണ്. ഇനിയുള്ള ദിവസമൊന്നും ഇങ്ങനെ ഇരിക്കില്ല കേട്ടോ ആസ്വദിച്ചിട്ട്. അങ്ങനെ ദേഹത്തോട്ട് കയറിയപ്പം സന അടിച്ച് വാരി തുടങ്ങിയിരിക്കുന്നു. നേരെ റൂമിൽ പോയി ഇങ്ങനെ നോക്കി. അപ്പോൾ അവൻ നല്ല ഉറക്കമാണ്. കട്ടിലൊക്കെ എടുത്ത് മാറ്റി, കാരണം ഇവനെ കട്ടിലൊന്നും കിടത്താൻ പറ്റില്ല, അത്രയാണ്. ഇപ്പം നേരെ കിടത്തിയ മനുഷ്യനാണ്. കിടക്കുന്ന കിടപ്പുണ്ടില്ലേ, ഏതോ ഒരു ക്വാർട്ടറിൽ പോയിട്ട് ഭയങ്കര കുരുത്തക്കേടുമാണ്. ഇപ്പോൾ അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൻ ഉറക്കമൊക്കെ എഴുന്നേറ്റു. ഇവന് എന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല. അപ്പം ഞാൻ ആരാ എന്താണെന്ന് ഇവനൊരു പിടിയും കിട്ടുന്നില്ല. ഇന്നലെ വരെ കാണാത്ത ഒരാൾ ഈ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ കാണുന്നതല്ലാണ്ട് ഡയറക്റ്റ് കാണുകയും എടുക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവനിങ്ങനെ കുറച്ച് നേരം അന്തം വിട്ട് തന്നെ നോക്കി. പിന്നെ അവനെ എടുത്ത് അകത്തോട്ട് വന്നപ്പോൾ അതേ കണ്ടില്ലേ, അവന് ഫുഡ് കൊടുക്കാതെ അവളിൽ നിന്ന് മൃഷ്ടാനം ഇങ്ങനെ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എഫ് എമ്മിൽ കഥയൊക്കെ ഇട്ട് കേട്ടിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ പോയി കുറച്ച് നേരം കളിയാക്കി. അത് കഴിഞ്ഞ് അവന് ഫുഡ് കൊടുക്കുന്ന ടാസ്ക് ഞാൻ ഏറ്റെടുത്തു. കുറച്ച് നേരം ഞാൻ ബുദ്ധിമുട്ടിയത്, ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ. കുറേ അധിക സമയം ഞാൻ ബുദ്ധിമുട്ടി. അവസാനം ഫൈനലി വായൊക്കെ തുറന്നു, കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഒരു കട്ടൻ ചായ ലവറാണ്. കട്ടൻ ചായ എത്ര കുടിച്ചാലും അവന് മതി വരത്തില്ല. അങ്ങനെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. പിന്നെ അവന് കൊടുത്തതിന് ശേഷം ഞാനത് കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എന്താ പറയുക പുറത്ത് പോയിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ അവിടെ പാട്ടിട്ടപ്പോൾ പിന്നെ അവളും കൊച്ചും കൂടെ നല്ല ഡാൻസായി. അപ്പം ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തു അവരുടെ ഡാൻസ്. ഉമ്മ ഇങ്ങനെ അത് കണ്ടാസ്വദിച്ച് കിടക്കാൻ. പിന്നെ ഞാൻ പുറത്തിരിക്കുന്ന കണ്ടപ്പോൾ നേരെ കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. ഇപ്പം ഞങ്ങൾ തമ്മിൽ നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ ഈവനിങ് ആയതോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു തുടക്കം മാറുന്നതല്ല. നമ്മുടെ നാട്ടിലെ വൃശ്ചികം വരാണ്. വൃശ്ചികം മീൻസ് ഓച്ചിറയിൽ ഉത്സവം വരികയാണ്. ഓച്ചിറ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അതിന് വൃശ്ചിക മഹോത്സവം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് 12 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ അതിന് നമ്മളൊരു കടയെടുത്തിട്ടുണ്ട്. ഏകദേശം 2 lakhs മുകളിൽ നമ്മൾ ചിലവാക്കിയിട്ട് ഒരു കടയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കട എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്രയും ഇതിൻ്റെ പിന്നിൽ ഫിനാൻഷ്യൽ പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ ഇത്രമാത്രം കഷ്ടപ്പാടുകളുണ്ട്. ഇതാണ് നമ്മുടെ കട സെറ്റ് ചെയ്യാനുള്ള എഞ്ചിനീയർമാരുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് കട്ടൻ വേണമെന്ന് പറഞ്ഞ് കട്ടൻ ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ഉത്സവത്തിന് പോവുക, എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങി കഴിക്കുക, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് വാങ്ങി കുടിക്കുക, റൈഡിലൊക്കെ കയറുക, തിരിച്ചു തരാം എന്നുള്ള പരിപാടികൾ ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ഒരു അറ്റംപ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഫിറോസിൻ്റെ സജഷനായിരുന്നു. അതിനൊക്കെ പറഞ്ഞ് ഞാനിതിനകത്ത് കൂടിയതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പറഞ്ഞാൽ തീരാത്ത അത്രയും കഷ്ടപ്പാടുണ്ട്, അത്രയും ബുദ്ധിമുട്ടുകളുണ്ട്, അത്രയും എഫേർട്സ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഒരാളല്ല, എല്ലാവരുടെയും ഇൻപുട്ട്, ഈ വീട്ടിലുള്ള സകലമാൻ, അതായത് കുഞ്ഞിൻ്റെ ഉൾപ്പെടെ ഇൻപുട്ട് ഈ ഒരു സംബോധന നമ്മൾ ഇട്ടിട്ടുണ്ട്. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ ഈ കട ഓപ്പൺ ചെയ്യുന്നത്. ഈ ചെറിയ കുഞ്ഞു കടയ്ക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇത് ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. അതായത് വൈകുന്നേരം ഒരു 4 മണി ഒക്കെ ആയപ്പോഴാണ് നമ്മളിതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 10:30 ആയിട്ട് ഇത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ സെറ്റായി ഇതെല്ലാം ഇനി അടുക്കി വണ്ടിയിൽ കയറ്റുക. വെളുപ്പിന് 5 മണിയാകുമ്പോൾ ഇവർ പോകും.
പോയിട്ടാണ് ഇനി ഇതവിടെ കടയിൽ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നാളത്തെ ദിവസം കൊണ്ട് ഇതെല്ലാം കട സെറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് വെള്ളിയാഴ്ച ഫ്രൈഡേ ആണ് നമ്മൾ കട ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതെല്ലാം വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഇതൊക്കെ ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഇതൊക്കെ ഇതിന് മുമ്പ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഞാൻ ഇത് സാഷ്ടാംഗം പ്രണമിക്കുന്നതാണ്ട്. ഇത് കണ്ടില്ലേ, ആണി അടിച്ച് കയറ്റി കൈയൊക്കെ മുറിച്ചതിൻ്റെ ഇടയ്ക്ക്. നമുക്കൊന്നും ശീലമില്ലാത്ത പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അതേ പാക്ക് ചെയ്യാനുള്ള പൊരികളൊക്കെ എത്തിയിട്ടുണ്ട്. പൊരി സാധനങ്ങളൊക്കെ പോപ്കോണ്, പിന്നെ മലര്, അതുപോലെ വേറെ കുറേ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. ഇത് എൻ്റെയും സനാടേയും ഡ്യൂട്ടിയാണ്. ഒരാവേശത്തിന് ഞങ്ങൾ രണ്ടാളും ഇത് ഓക്കെ എന്നും പറഞ്ഞിട്ട് സെറ്റ് ചെയ്തതാണ്. പക്ഷേ ഇത് വലിയ പിടിച്ച പണിയാണെന്നുള്ളത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾ അത് സിമ്പിളാണ്, കവറിൽ കെട്ടുക, പാക്ക് ചെയ്യുക, കൊടുത്തു വിടുക, ഈസി വർക്കാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് അത്ര ഈസി അല്ല കേട്ടോ ഗൈസ്. ഇത് കടയിലിരിക്കുന്നതൊക്കെ കാണാൻ ഭംഗിയാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഇത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഈ കഷ്ടപ്പാട് അറിയാതാണ് ഞങ്ങളിത് ഇപ്പോൾ സെൽഫി എടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ എന്തായാലും ഇന്നിപ്പോൾ ഇത്രയും സമയം ലേറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, ഇപ്പോൾ സമയം ഏകദേശം 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഉമ്മ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പൊരിയൊക്കെ വന്നപ്പോൾ എന്താ സംഭവം നോക്കാനായി സൈഡിൽ കൂടെ വരുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നോക്കിയതാണ് എന്തോ സാധനം എന്നൊക്കെ കേട്ടോ. പുള്ളിക്കാരി ഉറക്കമായിരുന്നൊന്നും അറിഞ്ഞില്ല. അപ്പം ഞങ്ങൾ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവനെ ഉറക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻ ഭയങ്കര കുരുത്തക്കേടാണ്, ഇഴഞ്ഞു കയറും. അതുകൊണ്ട് ഇവനെ ഉറക്കുക എന്നുള്ളതാണ് ടാസ്ക്. നമ്മുടെ ചട്ടിയും അതുപോലെ അതിൻ്റെ സൈഡിൽ വെക്കുന്ന സാധനം, പിന്നെ ഗ്യാസ് അടുപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊരു സൈഡ്. അങ്ങനെ അവനെ ഉറക്കി സൈഡാക്കിയതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. കുറച്ചധികം കവറുകൾ പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ സീൽ ചെയ്ത് വിടുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ജോലി. പിന്നെ ഇപ്പോൾ എൻ്റെ റൂമൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ടാണ് കിടക്കുന്നതിന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥയൊക്കെ കാണണം ഗൈസ്. അപ്പോൾ ഞാനൊരു സൈഡിൽ കൂടെ പിന്നെ പാക്ക് ചെയ്തു, ഒരു സൈഡിൽ കൂടെ സാധനം പാക്ക് ചെയ്തതൊക്കെ ഇങ്ങനെ ചാക്കിലേക്ക് ആക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ വളരെ ഈസിയാണ്, പക്ഷേ ഒരുപാട് സമയം എടുത്താണ്. ഇത് ഏകദേശം ഞങ്ങൾ രാവിലെ ഇരുന്നിട്ട് വൈകുന്നേരം ആയത് കഴിഞ്ഞപ്പം ഒരു ചാക്കേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. പക്ഷേ ഒരു ചാക്ക കഴിയുമ്പോൾ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ആക്രിക്കടയേക്കാൾ കഷ്ടമായിട്ടുണ്ട് എൻ്റെ വീട്. പിന്നെ എന്താ പറയുക, വേറെ വഴിയില്ലല്ലോ, അടുക്ക ഇങ്ങനെ പാക്ക് ചെയ്ത് കട്ടുമ്മേ കൂട്ടിയിടുക, റൂമുമായി, കാരണം സ്പേസ് ഇല്ല, എല്ലായിടത്തും ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ പാക്ക് ചെയ്തിടാണ്. പിന്നെ കുറേ പാക്ക് ചെയ്ത് കുഴഞ്ഞ് കഴിഞ്ഞപ്പോൾ കൊച്ചുമ്മ വന്നിട്ടുണ്ടായിരുന്നു, അജിമ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഹെൽപ്പോട് കൂടിയാണ് കുറേയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചത്. നല്ല മാക്സിമം പറ്റുന്നിടത്തോളം ഞങ്ങളെ കൊണ്ട് പാക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് ഏകദേശം 3 ദിവസം എടുത്തു ഇത്രയും സാധനങ്ങൾ. ഇനിയും സാധനങ്ങളുണ്ട് കേട്ടോ. മലരും പോപ്കോണും മാത്രമല്ല, ഏകദേശം 4 ചാക്കോളം മലരും 6 ചാക്കോളം പോപ്കോണും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്യാൻ ഒരു 3-4 ദിവസത്തോളം സമയം എടുത്തു. ഒരാൾ പാക്ക് ചെയ്യുമ്പോൾ ഒരാൾ സീൽ ചെയ്യും. അങ്ങനെ ഞാനും അവളും മാറിയും തിരിഞ്ഞും ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുണ്ട്, കുഞ്ഞിനെ ഉറക്കിയിട്ടാണ് ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്. അവനുണ്ടെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ല. പിന്നെ അഥവാ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഒരാൾ അവനെ നോക്കുമ്പോൾ ഒരാളെ ബാക്കി ചെയ്യുന്നിട്ട് ഒരാളുടെ പണിയെല്ലാം കഴിയുമ്പോൾ അടുത്ത ആൾ അവനെ പോയി പിടിക്കുമ്പോൾ ആ ബാക്കി പണി അടുത്ത ആളെടുക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഷിഫ്റ്റൊക്കെ എടുത്തിട്ടാണ് ഈ പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 ദിവസം ഞങ്ങൾ കണ്ടിന്യൂസ് ഉറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണടച്ചിട്ടേ ഇല്ല ഇതിൻ്റെ പണി. കാരണം നമുക്കിനി ദിവസങ്ങളില്ല, ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ ദിവസങ്ങളില്ല. അതേ പാനിപ്പൂരിയുടെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു സൈഡിൽ, ബാക്കി അടുക്കാനുള്ള പോപ്കോൺ, പിന്നെ മറ്റേ കുഴലില്ലേ അത് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഇതുപോലെ കവറിൽ പാക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ മറ്റേ പഞ്ചസാര മിഠായി വന്നിട്ടുണ്ട്. അത് പിന്നെ ഓൾറെഡി പാക്ക്ഡ് ആണ്, അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല. കെച്ചപ്പ് വന്നു, അതുപോലെ പിന്നെയും വേറെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, എള്ളുണ്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ പാക്ക് ചെയ്ത് വന്നു. നമുക്ക് പാക്ക് ചെയ്യാനുള്ളത് പോപ്കോണും മലരും ഈ കുഴൽ പോലത്തെ ഐറ്റംസ് അങ്ങനത്തെയൊക്കെയായിരുന്നു പാക്ക് ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ ഡയമണ്ട്, കപ്പലണ്ടി അതൊക്കെ പാക്ക് ചെയ്ത് വിടണമായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 3 ദിവസം ഉറങ്ങാതിരുന്ന് ചെയ്ത പിന്നെ വീഡിയോയുടെ ഒന്നും ഓർക്കാനേ സമയം ഉണ്ടായില്ല. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇനി ഒരുപാട് നെക്സ്റ്റ് ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒക്കെ എഡിറ്റ് ചെയ്തിടണം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇതോടുകൂടി നിർത്താണ്. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.